തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. കോൺഗ്രസിലെ ഒരു DCC പ്രസിഡന്റിന്റെ കോൺഫിഡൻസ് പുറത്തു വന്നതോടെ പാർട്ടിക്കകത്ത് മുറുമുറുപ്പ് ശക്തമാണ്. എതിരാളികൾ അത് ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. പുനഃസംഘടന എത്രയും വേഗം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പാർട്ടിയുടെ നീക്കം. പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. മുതിർന്ന നേതാക്കളുമായുള്ള 1-to-1 കൂടിക്കാഴ്ച പൂർത്തിയായി. നേതാക്കൾ അവരവരുടെ നോമിനികളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശശി തരൂരിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അഭിപ്രായങ്ങൾ കൂടി തേടും. യുവാക്കളെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നാണ് AICCയുടെ താൽപര്യം. മുഴുവൻ DCCകളിലും മാറ്റം വരുത്താമെന്ന രീതിയിലാണ് ചർച്ചകൾ. ഭൂരിഭാഗം ജില്ലകളിലും DCC പ്രസിഡന്റുമാർ മാറും. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ഒരു വനിതയെ DCC പ്രസിഡന്റ് ആക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. KPCCയിൽ എല്ലാ ഭാരവാഹികളെയും മാറ്റണ്ട എന്നാണ് നേതൃത്വത്തിലെ ധാരണ. പ്രധാന നേതാക്കളെ തന്നെ പ്രസിഡന്റുമാരാക്കണമെന്നത് അഹമ്മദാബാദിൽ നടന്ന AICC സമ്മേളനത്തിലെ തീരുമാനമാണ്. മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളെയും DCC ഭാരവാഹികളെയും കൂടിയാലോചനകളിലൂടെ തീരുമാനിക്കാനുള്ള അധികാരമടക്കം DCC പ്രസിഡന്റുമാർക്കാണ്. ലോക്സഭാ നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും ഇവർക്ക് പങ്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാകില്ല. ഇത്തരത്തിൽ സംഘടനാപരമായ സുപ്രധാന റോളിലേക്കാണ് DCC പ്രസിഡന്റുമാർ എത്തുക. ഇനിയും ഭിന്ന അഭിപ്രായങ്ങൾ തുടർന്നാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് നേതാക്കൾക്ക് നന്നായിട്ടറിയാം. പുനഃസംഘടനാ വിഷയങ്ങളിലെ 2 അഭിപ്രായങ്ങൾ കേരളത്തിൽ തന്നെ ധാരണയാക്കണമെന്ന് AICC നിർദ്ദേശിച്ചിരുന്നു. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.